റാണി രുദ്രമ്മദേവി ഭരിച്ചിരുന്ന വാരങ്കലിലൂടെ എൻ്റെ യാത്രകൾ തുടരുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വാരങ്കൽ കോട്ടയാണ്. വാരങ്കൽ ഫോർട്ട് എന്ന് പറയുമ്പോൾ ഇതാണ് ഗൂഗിളിൽ കാണിക്കുന്നത്. എന്നാൽ ഇതല്ലാതെ വലിയൊരു കോട്ട തന്നെ അവിടെ ഉണ്ട്. വാരങ്കലിൻ്റെ ഹിസ്റ്റോറിക് സൈറ്റ്സ് കാണാനെത്തുന്ന ആളുകൾ കോട്ടയുടെ ഓരോ എൻട്രി അല്ലെങ്കിൽ ഓരോ ഗേറ്റുകളിലൂടെയാണ് അകത്തോട്ട് പ്രവേശിക്കുന്നത്. ഇതുപോലെ 3-4 ഗേറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ചിലതിൽ കൂടെ വണ്ടി ഓടിച്ച് വരാൻ സാധിക്കും. എന്നാൽ നമ്മൾ ഇന്ന് ഇറങ്ങി നടന്ന് കാണാൻ പറ്റുന്ന ഒരു കോട്ടയുടെ വാതിലിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കോട്ടയ്ക്കകത്താണെങ്കിൽ ആൾതാമസവും ബിൽഡിങ്ങുകളും ബാക്കി ഫീൽഡും കാര്യങ്ങളും എല്ലാം പഴയതുപോലെ തന്നെ ഉണ്ട്. ഇതാണ് കോട്ടയുടെ മുകളിൽ നിന്നുള്ള വ്യൂ. ഈ കോട്ടയ്ക്ക് 3 കോൺസെൻട്രിക് സർക്കിൾസ് ആണുള്ളത്. പുറത്ത് വലിയൊരു കിടങ്ങ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്തായിട്ട് ഒരു ബ്രിക്ക് വാൾ ഉണ്ട്. അതിനകത്തായിട്ട് ഒരു സ്റ്റോൺ വാളും. ഈ സ്റ്റോൺ ഹ്യൂജ് ഗ്രാനൈറ്റ് ബ്ലോക്സ് ആണ്. എന്നാൽ റെഗുലർ ആയിട്ടുള്ള കല്ലുകൾ കൊണ്ടല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറഗുലർ ഷേപ്പിലുള്ള കല്ലുകൾ ചേർത്ത് വെച്ചുണ്ടാക്കിയെടുത്തതാണ് ഈ ഫോർട്ടിൻ്റെ വാൾ. എന്നാൽ അതിനകത്ത് യാതൊരു വക സിമൻറ്റോ മോട്ടറുകളോ യൂസ് ചെയ്തിട്ടില്ല. അന്നത്തെ കാലത്ത് ഇതിനുള്ളിലായിട്ടൊരു മണ്ണ് കൊണ്ടുണ്ടാക്കിയ വോളും ഉണ്ടായിരുന്നു. അതിനുള്ളിലായിട്ടൊരു 45 ബെസീലിയൻസും ഉണ്ടായിരുന്നു. പിന്നെ 18ഓളം സ്റ്റോൺ സ്റ്റെപ്പ് വരുന്ന ഒരു സ്ലോപ്പ് ഉണ്ടായിരുന്നു. അതെന്തിനായിരുന്നു എന്ന് വെച്ചാൽ സോൾജേഴ്സിനെ വാറിൻ്റെ സമയത്ത് പെട്ടെന്ന് തന്നെ കോട്ടയുടെ മുകളിലോട്ട് എത്തിക്കാൻ വേണ്ടിയായിരുന്നു. പ്രതാപരുദ്ര 2 13-ാം നൂറ്റാണ്ടിൽ ഡൽഹി സുൽത്താനേറ്റിലേക്ക് തിരിഞ്ഞ് ബൗ ചെയ്യാൻ യൂസ് ചെയ്തിരുന്നതും ഈ ഒരു കോട്ടയുടെ മുകൾ ഭാഗം തന്നെയായിരുന്നു. വാരങ്കൽ കോട്ടയുടെ മനോഹരമായ ചരിത്രത്തിലൂടെ എൻ്റെ യാത്രകൾ തുടരുന്നു.